ഇപ്പോൾ സംസ്ഥാനത്താകെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചിട്ടില്ല, ടിയർ ഗ്യാസ് പ്രയോഗം മാത്രമാണ് നടന്നത് എന്നതായിരുന്നു പോലീസ് വാദം. ഷാഫിയുടേത് ഷോ ആണ് എന്നുള്ള പ്രതികരണം CPM നടത്തിയിരുന്നു. മഷിക്കുപ്പി കൊണ്ട് നടക്കുന്നു എന്നുള്ള പരിഹാസവും ചില നേതാക്കളുടെ ഭാഗത്തുണ്ടായി. പക്ഷേ ഇപ്പോൾ ആ പരിക്ക് പോലീസ് മർദ്ദനത്തിലാണ്. പോലീസ് MP ആണെന്നറിഞ്ഞിട്ടും ഷാഫി പറമ്പിലിനെ മനസ്സിലാക്കിയിട്ടും ഷാഫിയെ മർദ്ദിക്കുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നും സാനിയ മനോമിയും VS രഞ്ജിത്തുമുണ്ട്. ആദ്യം അഭിജിത്തിലേക്ക്. അഭിജിത്ത്, ഇപ്പോൾ പോലീസിന്റെ വാദം പൊളിയുന്നു. ദൃശ്യങ്ങളുണ്ടോ എന്ന വെല്ലുവിളിയാണ് പോലീസ് നടത്തിയിരുന്നത്. അപ്പോൾ ഇതാ ദൃശ്യങ്ങളുണ്ട്. ഈ ദൃശ്യങ്ങൾ കണ്ട ശേഷമുള്ള പോലീസിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നുണ്ടോ അഭിജിത്ത്? സ്മൃതി, ഇതിലിനിയിപ്പോൾ പോലീസ് തന്നെയാണ് മറുപടി പറയേണ്ടത്. കാരണം റൂറൽ SP ഇന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ദൃശ്യങ്ങളുണ്ടോ എന്നുള്ളതായിരുന്നു. കാരണം അവിടെ അങ്ങനെ ഒരു ലാത്തിച്ചാർജ് നടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. കണ്ണീർ വാതകം പ്രയോഗിക്കുക മാത്രമാണ് പോലീസ് ചെയ്തത്. അതിനപ്പുറം ഒരു പ്രകോപനം അല്ലെങ്കിൽ ഒരു പ്രതികരണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു റൂറൽ SPയുടെ പ്രതികരണം. പക്ഷേ അത് തെറ്റ് എന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ വെളിവാക്കുകയാണ്, അത് തെളിയിക്കുകയാണ്. കാരണം 2 തവണ ഷാഫിക്കു നേരെ പോലീസ് ലാത്തി ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഷാഫിയുടെ തലയ്ക്ക് അടിയേൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുകയും ചെയ്യാം. ഇങ്ങനെയൊരു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് അവിടെ UDFന്റെ പ്രകടനത്തെ പോലീസ് തടഞ്ഞു നിർത്തുന്നു. അതിന് പിന്നാലെ പ്രവർത്തകരും പോലീസും തമ്മിൽ വളരെ വലിയ ഒരു വാക്കേറ്റത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. ആ ഘട്ടത്തിലാണ് അവിടേക്ക് ഷാഫി പറമ്പിൽ MPയും ഒപ്പം DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും എത്തുന്നത്. ഈ സാഹചര്യത്തിൽ പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ഷാഫി പറമ്പിലിന്റെ ശ്രമത്തിനിടെയാണ് ആ പോലീസുകാരുടെ ഇടയിൽ നിന്ന് ഈ ലാത്തി അത് ഷാഫി പറമ്പിലിന്റെ MPയുടെ ശരീരത്തിൽ പതിക്കുന്നത്. അത് നമുക്ക് കാണാം. 2 തവണ ഷാഫിയുടെ ശരീരത്തിൽ ഈ ലാത്തി പതിക്കുന്നു. ഷാഫി അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഷാഫിയുടെ മൂക്കിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഷാഫി രക്തം വാർന്നാണ് അവിടെ നിന്ന് നേരെ ആശുപത്രിയിലേക്ക് വരുന്നത്. ഏതാണ്ട് 9 മണി 10 മണി സമയത്താണ് അദ്ദേഹത്തെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നത്. മൂക്കിന് പൊട്ടലുണ്ടായിരുന്നു. ശസ്ത്രക്രിയ ഉൾപ്പെടെ പൂർത്തിയാക്കി. നിലവിൽ ഇപ്പോൾ അദ്ദേഹം ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലാണ്. ഒരാഴ്ചയിലധികം കാലം അദ്ദേഹത്തിന് വിശ്രമം ആവശ്യമാണ് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറയുകയും ചെയ്യുന്നത്. ഏതായാലും സ്മൃതി, വലിയൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഇതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നു എന്നുള്ളതാണ്. CPMഉം ഇന്നലെ നമ്മളുമായി സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞത് അവിടെ ഒരു നാടകം നടന്നു എന്നുള്ളതാണ്. ഷാഫി പറമ്പിൽ MPയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ രീതിയിലുള്ള നാടകങ്ങൾ നടക്കാറുണ്ട്. സമാനമായ രീതിയിലുള്ള ഒരു നാടകമാണ് ഇന്നലെയും പേരാമ്പ്രയിൽ അരങ്ങേറിയത് എന്നുള്ളതായിരുന്നു CPM DYFI നേതാക്കളുടെ ഒക്കെ വാദം. ഏതെങ്കിലും തരത്തിൽ ഷാഫിക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് എങ്കിൽ, പോലീസിന്റെ അതിക്രമം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, ലാത്തിച്ചാർജിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് പുറത്തുവിടട്ടെ എന്നുള്ളതായിരുന്നു CPMന്റെയും വെല്ലുവിളി. ഏതായാലും ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഷാഫി പറമ്പിൽ MPക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. അത് പോലീസിന്റെ ലാത്തിച്ചാർജിൽ തന്നെയാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത് എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതോടുകൂടി അത് തെളിയിക്കപ്പെടുകയാണ്. സ്മൃതി, ശരി. സാനിയോയോടാണ് നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത്. ടിയർ ഗ്യാസ് പ്രയോഗം മാത്രമാണ് നടന്നിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാനിയോട് സംസാരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ, അതോ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ നൽകിയ വിവരമനുസരിച്ച് അദ്ദേഹം പ്രതികരിച്ചതാണോ? അങ്ങനെ ആവാനാണ് സാധ്യത. അതായത് എന്നോട് പ്രതികരിച്ചത് റൂറൽ SP KE ബൈജു ആണ്. അദ്ദേഹം പറഞ്ഞത് ടിയർ ഗ്യാസ് പ്രയോഗിക്കുക മാത്രമാണ് ചെയ്തത്. ലാത്തി അടിച്ചതിൻ്റെ ഒരു ദൃശ്യമെങ്കിലും കാണിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് കഴിയുമോ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചിരുന്നത്. ഇപ്പോൾ ലാത്തി അടിക്കുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. അതിൽ കൃത്യമായി ഷാഫി പറമ്പിലിൻ്റെ തലയ്ക്ക് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ അതിൽ കാണാനുമുണ്ട്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് അതിനുശേഷം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം അദ്ദേഹവുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇന്നലെ ഈ സ്ഥലത്തുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ ചില പോലീസുകാർ തെറ്റിദ്ധരിപ്പിച്ചാകാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സാഹചര്യം. പക്ഷേ എന്ത് തന്നെ ആയാലും ഉറപ്പ് കിട്ടാതെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കാര്യത്തിൽ വ്യക്തതയില്ലാതെ പ്രതികരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഏതായാലും അദ്ദേഹം ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത് ലാത്തിയടി ഏറ്റില്ല. പക്ഷേ ലാത്തിയടി കൃത്യമായി ഏൽക്കുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നു. കോൺഗ്രസ് തന്നെ പുറത്തോട്ട് ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തവുമാണ്. ഏതായാലും ഇപ്പോൾ നേരത്തെ സനോജ് ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. സനോജ്, ഇപ്പോൾ ഷാഫി പറമ്പിനെ പോലീസ് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ലാത്തി കൊണ്ട് ഷാഫിയുടെ തലയ്ക്കടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അത് ഷാഫിയുടേതൊരു ഷോ ആണ്. ഫോൺ കട്ടായിരിക്കുന്നു. VS രഞ്ജിത്തിലേക്ക്. രഞ്ജിത്ത്, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാകുന്ന നിരവധി വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയം. പ്രതിപക്ഷം അത് ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയിട്ടുമുണ്ട്. അതിനിടയ്ക്കാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. ഇത് ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന രൂപത്തിലാണോ ഇത് ഡെവലപ്പ് ചെയ്യുന്നത്? ഞാൻ വരാം രഞ്ജിത്ത്.